നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. രാജ്യത്ത് ഇന്ന് മുതൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വരും. 164 വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം അടക്കമുള്ള IPC 3 നിയമങ്ങൾ ഇതോടെ ചരിത്രമാകും. IPCക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിതയും BNS CRPCക്ക് പകരമായി ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയും ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധീനിയവും നിലവിൽ വരും. അതേസമയം പുതിയ നിയമങ്ങൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ദില്ലി ബാർ കൗൺസിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്ക് കത്ത് നൽകി. നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും സുപ്രീം കോടതി വിധിക്കെതിരായ നിയമങ്ങൾ വരെ നടപ്പാക്കാൻ ഒരുങ്ങുന്നുവെന്നും ബാർ കൗൺസിൽ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 3-ാം തവണയും പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യത്തെ മാൻ കി ബാത്തിൽ ജനങ്ങളോട് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാൻ കി ബാത്തിൻ്റെ 111ാമത് എപ്പിസോഡായിരുന്നു ഇന്നലത്തേത്. ലോകത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാണ് നടന്നതെന്നും ജനങ്ങൾ ജനാധിപത്യത്തിന് ശക്തി നൽകിയെന്നും മോദി പറഞ്ഞു. അമ്മമാരോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ എല്ലാവരും അമ്മയുടെ പേരിൽ ഒരു വൃക്ഷത്തൈ നടണമെന്നും മാൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. മാൻ കി ബാത്തിൽ കേരളത്തെയും പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാലക്കാട് അട്ടപ്പാടിയിലെ ആദിവാസി വനിതകൾ നിർമ്മിക്കുന്ന കാർത്തുമ്പി കുടകൾ സംരംഭകരംഗത്തെ വനിതകളുടെ മികവിൻ്റെ മികച്ച ഉദാഹരണമാണെന്നും ഈ കുടകൾക്ക് രാജ്യമാകെ ആവശ്യമേറുന്നുവെന്നും മോദി വ്യക്തമാക്കി. നാരീശക്തിയിലൂടെയാണ് രാജ്യം അഭിവൃദ്ധിപ്പെടുന്നതെന്നും 300ഓളം സ്ത്രീകളാണ് അട്ടപ്പാടിയിൽ കുട നിർമ്മാണത്തിലൂടെ സ്വയം പര്യാപ്തരായതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തും തൊഴിലാളി വർഗ കാഴ്ചപ്പാടിലൂന്നിയും മുന്നോട്ടു പോകുന്നതിലെ വീഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ടെന്ന് CPM കേന്ദ്ര കമ്മിറ്റി. പാർട്ടിയിൽ നിന്ന് അകന്നു നിന്നവരെയും വിട്ടുപോയവരെയും തിരിച്ചെത്തിക്കാൻ പ്രത്യേകം മാർഗരേഖ തയ്യാറാക്കി കേരളത്തിൽ നീങ്ങണമെന്ന് കേന്ദ്ര കമ്മിറ്റി യോഗം നിർദ്ദേശിച്ചു. തൊഴിലാളി വർഗത്തെ ചേർത്ത് പിടിച്ചുള്ള പാർട്ടിയുടെ വർഗപരമായ സമീപനത്തിൽ നിന്ന് വ്യതിചലിച്ചു നീങ്ങുന്നത് അപകടമാണെന്നും പാർട്ടി നയം മുറുകെ പിടിച്ച് ജനവിശ്വാസമാർജിക്കാനുള്ള തീവ്രയജ്ഞം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും യോഗം തീരുമാനിച്ചു. കണ്ണൂരിൽ CPMന് യാതൊരു പ്രതിസന്ധിയുമില്ലെന്നും പാർട്ടി ശരിയായ നിലപാട് ആണ് വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളതെന്നും എല്ലാ കാര്യങ്ങളും പാർട്ടി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്നത് പോലെയാണ് CPMനെതിരെ എഴുതുന്നതെന്ന് റിയാസ് കുറ്റപ്പെടുത്തി. CPMൻ്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടുവെന്നും CPM പിരിച്ചുവിടേണ്ട സമയമാണെന്നും UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. CPMൻ്റെ അസ്ഥിവാരം തോണ്ടുന്ന ഗുരുതരമായ ആരോപണമാണ് CPMൻ്റെ മുൻ ജില്ലാ കമ്മിറ്റി അംഗമായ മനു തോമസ് ഉന്നയിക്കുന്നത്. സ്വന്തം മണികളെ ബോധ്യപ്പെടുത്താനെങ്കിലും ആരോപണങ്ങൾക്ക് മറുപടി പറയാനുള്ള ആർജവും ധൈര്യവും മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും കാട്ടണമെന്നും MM ഹസൻ പറഞ്ഞു. CPMനെ വിമർശിക്കുന്നത് വ്യക്തിപരമായല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. സ്വർണം പൊട്ടിക്കുന്ന കഥകൾ, അധോലോക കഥകൾ ഒന്നും ചെങ്കൊടിക്ക് ചേർന്നതല്ല. പറയാൻ ആഗ്രഹിച്ചത് ഇന്നലെ പറഞ്ഞു കഴിഞ്ഞുവെന്നും LDFനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് സംസാരിച്ചതെന്നും CPI LDF വിടണമെന്ന MM ഹസന്റെ പ്രസ്താവന ചിരിച്ചുകൊണ്ട് തള്ളുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. SSLC പാസ്സായ പല കുട്ടികൾക്കും എഴുത്തും വായനയും അറിയില്ലെന്ന മന്ത്രി സജി ചെറിയാൻ്റെ നിരീക്ഷണം വസ്തുതാവിരുദ്ധമാണെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി. രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ പ്രീ പ്രൈമറി, പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം നടത്തുന്ന സംസ്ഥാനമാണ് കേരളമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ വികസന സൂചികയിൽ കേരളം ഇപ്പോഴും പ്രഥമ ശ്രേണിയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം സജി ചെറിയാൻ്റെ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ മാത്രം അടർത്തിയെടുത്താണ് ഇപ്പോൾ വിവാദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി V ശിവൻകുട്ടി പിന്നീട് വ്യക്തമാക്കി. പ്രസംഗം മൊത്തം കേട്ടാൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കുന്നതിനുള്ള അഭിപ്രായ പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് എന്ന് വ്യക്തമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഭരണഘടനയെ അപമാനിച്ച മന്ത്രി സജി ചെറിയാൻ 10ാം ക്ലാസ്സിൽ വിജയിച്ച വിദ്യാർത്ഥികളുടെ നിലവാരം അളക്കാൻ പാടുപെടേണ്ടെന്ന് KSU. 10ാം ക്ലാസ് വിജയിച്ച നല്ലൊരു ശതമാനം കുട്ടികൾക്കും എഴുത്തും വായനയും അറിയില്ലെന്നും എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്നുവെന്ന സജി ചെറിയാൻ്റെ പ്രസ്താവന കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ പരിഹസിക്കുന്നതിനു തുല്യമാണെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു.
കേന്ദ്ര ഏജൻസികൾ ഏറെക്കാലമായി ഇടതുപക്ഷ ഗവൺമെന്റിനെ വേട്ടയാടുകയാണെന്ന് കെ രാധാകൃഷ്ണൻ MP. അവർ CPM-നെ മാത്രമാണോ ലക്ഷ്യമിടുന്നതെന്ന് കണ്ടറിയണം. കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കൂടാതെ സഹകരണ മേഖലയിൽ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന നിലപാടാണ് CPM സ്വീകരിച്ചതെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. പാലക്കാട് UDF-ന്റെ ഉറച്ച സീറ്റാണെന്നും വിജയം ഉറപ്പാണെന്നും കെ മുരളീധരൻ. അതേസമയം തൃശൂർ പൂരം അലങ്കോലമാക്കിയത് അന്തർധാരയുടെ ഭാഗമാണെന്നും പൂരം അലങ്കോലമാക്കിയതിൽ സംസ്ഥാന മന്ത്രിസഭയിൽ മന്ത്രി മൂകസാക്ഷിയായി നിന്നുവെന്നും ഒരു കമ്മീഷണർ വിചാരിച്ചാൽ പൂരം അട്ടിമറിക്കാൻ പറ്റുമോ എന്നും അദ്ദേഹം ചോദിച്ചു. ചില അന്തർധാരകൾ ഉണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നും വിജയത്തിനൊപ്പം ജനങ്ങൾ ഒരു വാണിംഗും നൽകിയിട്ടുണ്ടെന്നും കെ മുരളീധരൻ പറഞ്ഞു. കോട്ടയത്തെ നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന ആകാശപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ഈ ആവശ്യം ഉന്നയിച്ച് ജൂലൈ 6-ന് ആകാശപാതയ്ക്ക് കീഴെ ഉപവാസമിരിക്കുമെന്നും തിരുവഞ്ചൂർ അറിയിച്ചു. ആകാശപാതയെക്കുറിച്ച് മന്ത്രി ഗണേഷ് കുമാർ നടത്തിയ പരാമർശം ഒരു ജനതയെ അപമാനിക്കാൻ വേണ്ടിയാണെന്നും അമ്മയെ കൊന്ന ശേഷം അമ്മയില്ലേ എന്ന് കരയുന്ന നിലപാടാണ് CPM-ന്റേതെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. ഗവർണർക്കെതിരെ കേസ് നടത്താൻ VC-മാർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്ന് ചെലവിട്ടത് 1,13,00,000 രൂപയെന്ന് റിപ്പോർട്ട്. നിയമനം അസാധുവാക്കിയ ഗവർണറുടെ നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള VC-മാർ സർവകലാശാല ഫണ്ടിൽ നിന്ന് ചെലവാക്കിയത് കോടികളാണെന്നാണ് കണക്ക്. സ്ത്രീ വിദ്യാഭ്യാസ വിഷയത്തിൽ EK വിഭാഗം സംസ്ഥയെ വിമർശിച്ചു മുജാഹിദ് വിഭാഗം. ഒരു നൂറ്റാണ്ടുകാലം സ്ത്രീ വിദ്യാഭ്യാസത്തെ എതിർത്ത സംസ്ഥ സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് KNM ആവശ്യപ്പെട്ടു. സ്ത്രീ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സംസ്ഥ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയ പരാമർശത്തിനോടാണ് KNM-ന്റെ വിമർശനം. വിദ്യാഭ്യാസ കാര്യത്തിൽ ലിംഗവ്യത്യാസം കാണിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. സ്ത്രീ വിദ്യാഭ്യാസത്തിന് സമസ്ത എതിര് നിന്നിട്ടില്ലെന്ന സമസ്ത അധ്യക്ഷന്റെ പ്രസ്താവന സത്യവിരുദ്ധമാണെന്നും KNM വിമർശിച്ചു. തൃശൂർ ചാവക്കാട് ഒരുമനയൂർ റോഡിൽ നാടൻ ബോംബ് പൊട്ടിത്തെറിച്ചു. ഉച്ചയ്ക്ക് മുത്തന്മാവ് സെന്റിന് കിഴക്കുവശത്താണ് സംഭവമുണ്ടായത്. സംഭവത്തിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ഷഫീഖ് എന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഗുണ്ടിൽ കുപ്പിച്ചില്ല് നിറച്ചാണ് നാടൻ ബോംബ് നിർമ്മിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഫോറൻസിക് വിഭാഗത്തിൽ വിദഗ്ധർ സ്ഥലത്ത് എത്തി പരിശോധന നടത്തുകയാണ്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.